ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഗ്രേപ്പ് വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വൈൻ ഉണ്ടാക്കുമ്പോൾ നല്ല ക്ഷമയും ശ്രദ്ധയും വേണം. ഇതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രേപ്സ് ക്ലീൻ ചെയ്യുന്നതാണ്. ടാപ്പ് വാട്ടറിൽ ഒരു സ്ട്രെയിനറിലേക്ക് ഇത് 2-3 തവണ കഴുകിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉപ്പിട്ട് ഗ്രേപ്സ് ഒരു അരമണിക്കൂർ അതിലിട്ട് വയ്ക്കുക. അതിൽ നിന്നെടുത്ത് വീണ്ടും 2-3 തവണ ടാപ്പ് വാട്ടറിൽ കഴുകി ഇതുപോലെ അടർത്തി എടുക്കുക. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഇതിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം കളയുന്നത്. ഞാനൊരു വലിയ മുണ്ടിലേക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ചാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പൈസസ് ആയിട്ട് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നുറുക്ക് ഗോതമ്പ്. പിന്നെ വൈൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം. ഒരു 5.5 ലിറ്റർ ഗ്ലാസ് ജാറിലേക്ക് ഞാൻ ഈ മുന്തിരിയും പിന്നെ കുറച്ച് സ്പൈസസും ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലെയർ ഓഫ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2.5 കിലോ മുന്തിരിക്ക് ഏകദേശം 1.25 കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മുന്തിരി ഉടയ്ക്കാതെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ലെയർ പോലെ ഇടണം എന്നില്ല. മുന്തിരി എല്ലാം ഇട്ട് ഏറ്റവും ലാസ്റ്റ് പഞ്ചസാര ഇട്ടാലും മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു കൈപ്പിടി ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ മുഴുവൻ ഗോതമ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു കിഴിയായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗോതമ്പിൻ്റെ കിഴി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള മരത്തവിയും കൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര അലിയുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഏകദേശം അലിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്കത് ഒരു തുണിയും കൊണ്ട് കെട്ടി അതിൻ്റെ മുകളിൽ അടപ്പ് വെച്ച് കൊടുക്കാം. ഇനി ഇത് തുടർച്ചയായി 21 ദിവസം ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് 1-2 ദിവസം വിട്ടുപോയെന്ന് വെച്ച് കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു 7 ദിവസം ആയി കഴിഞ്ഞപ്പോൾ ഉള്ള പരുവമാണ്. എന്നായാലും മിക്സ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുക്കുക. മിക്സിങ്ങിൻ്റെ ശക്തി കൂടിയപ്പോൾ ഈ ഗ്ലാസ് ജാർ ചെറുതായിട്ടൊന്ന് പൊട്ടി. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒരു ഭരണിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ഇളക്കി കൊടുത്ത് ഇതിപ്പോൾ ഒരു 14 ദിവസത്തെ പരുവാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഇളക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെ ഒരു 21 ദിവസം കഴിയുമ്പോൾ നമുക്ക് അടിപൊളി വൈൻ കിട്ടും. 21 ദിവസം കഴിയുമ്പോൾ ഞാനത് ഒരു പാത്രത്തിൽ ക്ലീൻ ആയിട്ടുള്ള തുണിയിലേക്ക് ഈ വൈൻ എല്ലാം കൂടെ അരിച്ചൊഴിക്കുന്നുണ്ട്. വൈൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും നന്നായിട്ട് ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം വൈൻ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്ന അതേ ഭരണിയിലേക്ക് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ഒരു സ്ട്രെയിനർ വെച്ചാണ് ഞാനിത് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ മട്ട് താഴേക്ക് അടിയാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 2 ദിവസം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒന്ന് അരിച്ച് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ അടിഭാഗം ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 2 പാത്രത്തിലേക്ക് വൈൻ ഫുൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽസിലേക്ക് നമുക്കിത് ഒരു കുനിയിൽ വെച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എനിക്കൊരു 5 ഗ്ലാസ് വൈൻ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം ഏറ്റവും ലാസ്റ്റത്തെ പോർഷനാണ്. എല്ലാ കുപ്പിയുടെയും ഒരു 1/4 ഭാഗം നിറച്ചാൽ മതി. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഗ്രേപ്പ് വൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.